ക്ഷീണം എനിക്കുണ്ടായിരുന്നത് കൊണ്ട്. എന്നാൽ അതിനുശേഷം ഞാൻ ഭവനത്തിൽ വന്നു വിശ്രമിപ്പാനായി തുടങ്ങുമ്പോൾ ദൈവജനം വായിച്ച് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ എൻ്റെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. നീ എന്തിനാ ഭയപ്പെടുന്നത്? ഞാൻ നിന്നോട് കൂടെ ഇല്ലേ? നീ വീണ്ടും ജനിച്ച ഒരു ദൈവപൈതലല്ലേ? നിന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ ഞാൻ അറിയാതെയാണോ എന്നുള്ള ഒരു വലിയ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് വന്നു. അതിന് അടുത്ത ചില ചിന്തകൾ ഇങ്ങനെയാണ്: ഞാൻ മരണത്തെ ജയിച്ചില്ലേ? മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, നീ ദൈവത്തെ സ്തുതിപ്പാൻ നീ തയ്യാറാകാം എന്ന് പറഞ്ഞ എൻ്റെ ഹൃദയം ഇങ്ങനെ വെമ്പിക്കൊണ്ടേയിരുന്നു. എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഈ ആശയങ്ങൾ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിൽ തന്ന ചില വരികളാണ്: എന്നും പാടി വാഴ്ത്തും യേശുവിനെ മാധുര്യമേറും ഗീതങ്ങളാൽ തന്റെ ജീവൻ എനിക്ക് തന്ന എന്റെ പാപം മോചിച്ചു, എന്നെ സ്വന്തമായി വീണ്ടെടുത്തു. ഇനി എന്തിനാണ് ഞാൻ കലങ്ങുന്നത്? എന്നിൽ ജീവിക്കുന്നത് മരണത്തെ തോൽപ്പിച്ചു. കർത്താവിനോടൊപ്പം കഴിയും, എനിക്കും ജീവിപ്പാൻ കഴിയും. ഈ ആശയം എന്റെ ഹൃദയത്തിലേക്ക് ഉദിച്ചു. ഇങ്ങനെ ഈ പാട്ടിന്റെ വരികൾ അന്ന് ഞാൻ കുറിച്ചു. അനുഗ്രഹീതനായിരിക്കുന്ന ദൈവദാസന്മാർ പ്രിയ ജോൺസി എബ്രഹാം, ഒപ്പം ബിനോയ് മാവടി എന്ന് പറയുന്ന അനുഗ്രഹീതരായിരിക്കുന്ന ദൈവദാസന്മാർ ഈ ഗാനം അത് അവർ അതിന്റെ പശ്ചാത്തല സംഗീതമൊക്കെ പാടുന്ന അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അത് പാടുവാനിടയായി തീർന്നു. ഇന്ന് ഈ ഗാനം നമുക്ക് വേണ്ടി പ്രിയ ബെന്നി നമുക്ക് വേണ്ടി പാടുന്നതായിരിക്കും. വളരെ ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒക്കെ ഞങ്ങളോട് പറയുക. ദൈവമായിരിക്കുന്ന കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നും പാടി വാഴ്ത്തുവാൻ യേശുവിനെ മാധുര്യമേറും ഗീതങ്ങളാൽ ജീവൻ തന്നെ പാപം മോചിച്ചു, സ്വന്തമായി വീണ്ടെടുത്തതിനാൽ. ശ്രദ്ധയോടെ ഈ ഗാനം നമുക്ക് കേൾക്കാം.
യേശുവിൻ കൂടുള്ള വാസവും എന്ന് പാടി വാഴ്ത്തും യേശുവിനെ. മാധുര്യമേറും ഗീതങ്ങളാ ജീവൻ തന്നെന്റെ പാപം മോചിച്ചു സ്വന്തമായി വീണ്ടെടുത്തതിനാ. Praise the Lord.